സെൻസർ ബോർഡ് കണ്ടിട്ടാണ് റിലീസ് ചെയ്തത്. എന്നിട്ട് എഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞത് വളരെ ഖേദകരമായ ഒരു കാര്യമാണ്. ഒരു സീൻസ് ഒക്കെ വരുന്നതൊക്കെ കേട്ടോ. അപ്പോൾ അതിനെപ്പറ്റി എന്താണ് ഒരു അഭിപ്രായം? അത് ആവശ്യമില്ലാത്തതാണ്. കാരണം ഒരു സിനിമയെ കൊല്ലുന്ന ഒരു പരിപാടിയാണത്. ആവിഷ്കാര സ്വാതന്ത്ര്യമൊക്കെ വെറുതെ പറഞ്ഞിടുന്നപ്പോഴല്ലോ, അത് കാണിക്കണ്ടേ. കേൾക്കുന്ന വിവാദങ്ങൾ അത് ഓരോരുത്തരുടെ പേഴ്സണൽ ഒപ്പീനിയൻസ് ആണല്ലോ. അവർക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ആ സീനുകളൊന്നും. ഇത് BJP-ക്കാരനെ ചൂണ്ടിക്കാട്ടുന്ന പറഞ്ഞിട്ട് അവർ കട്ട് ചെയ്യണേ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എമ്പുരാൻ എന്ന് പറയുന്നത് വളരെ നല്ലൊരു സിനിമയാണ്. ഒരുപാട് നാളത്തെ കഷ്ടപ്പാടിൻ്റെയും വേദനയുടെയും യാതനയുടെയൊക്കെ ഒരു ഫലമായിട്ടാണ് എമ്പുരാൻ റിലീസ് ചെയ്തിട്ടുള്ളത്. അത് ഒരുപാട് ഷോട്ടുകൾ നമ്മൾ കാണുകയെന്നുണ്ടെങ്കിൽ ഹോളിവുഡ് ലെവലുള്ള ഷോട്ടുകളൊക്കെ പൃഥ്വിരാജ് എന്ന സംവിധായകൻ ഒരുപാട് നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. അഭിനേതാക്കളാണെങ്കിലും ഒന്നിലൊന്ന് മികച്ചതായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സിനിമ തീർച്ചയായും നമ്മൾ സെൻസർ ബോർഡ് കണ്ടിട്ടാണ് റിലീസ് ചെയ്തത്. എന്നിട്ട് എഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞത് വളരെ ഖേദകരമായ ഒരു കാര്യമാണ്. ഒരിക്കലും അങ്ങനെ എഡിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. കാരണം സെൻസർ ബോർഡിലിരിക്കുന്ന ആളുകളൊക്കെ BJP ഭരിക്കുന്ന അല്ലെങ്കിൽ BJP സർക്കാർ ഏൽപ്പിച്ച ആളുകളാണ്. അപ്പോൾ അവർ കണ്ടിട്ടാണ് നമ്മുടെ രാജ്യത്ത് ഇങ്ങനൊരു സിനിമ ഇറക്കിയിട്ടുള്ളത്. ഒരുപാട് പ്രൊപ്പഗണ്ട സിനിമകൾ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഇറങ്ങി. ഈ അടുത്ത് കാശ്മീരി ഫയൽസ്, അതുപോലെ കേരള സ്റ്റോറി, അങ്ങനെ ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്, ഹിറ്റായിട്ടുമുണ്ട്. പക്ഷേ അതിനൊന്നും ഇല്ലാത്തൊരു എന്താ പറയുക എതിർപ്പ് എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വരുമ്പോൾ ശരിക്കും ആ സിനിമയുടെ വിജയമാണ്. ഇപ്പോൾ തന്നെ 5 ദിവസം കൊണ്ട് 200 കോടി നേടി. അപ്പോൾ ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 300-400 കോടി നേടാൻ സാധ്യതയുള്ള മലയാള സിനിമയായിട്ട് എമ്പുരാൻ മാറിയിരിക്കണം. അപ്പോൾ ഒരിക്കലും അങ്ങനെ റീസെൻസറിങ്ങോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്തിട്ട് പിന്നെയും റിലീസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ലായിരുന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ചേട്ടാ നമസ്കാരം, പേരെങ്ങനെയായിരുന്നു? വിനു. ചേട്ടന്? ബാബുല. എമ്പുരാൻ സിനിമ ഉണ്ടായിരുന്നു? ലാലേട്ട ഫാനാണോ? എങ്ങനെയുണ്ടായിരുന്നു സിനിമ? എങ്ങനെയുണ്ടായിരുന്നു? നല്ല സിനിമയാണ്. എന്താണ് സിനിമയിൽ ഇഷ്ടപ്പെട്ട ഫീച്ചേഴ്സ് ഒക്കെ എന്തൊക്കെയാണ്? മോഹൻലാലിന്റെ സ്ക്രീൻ പ്രസൻസ് തന്നെയാണ്. അടിപൊളിയാണ്. വൺ ടൈം വാച്ചബിളാണ്. ഒരുപാട് പ്രതീക്ഷ പോയി ഇതിനെക്കാട്ടി. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എഡിറ്റഡ് സീൻസ് ഒക്കെ വരുന്നതൊക്കെ കേട്ടോ. അപ്പോൾ അതിനെപ്പറ്റി എന്താണ് ഒരു അഭിപ്രായം? അത് ആവശ്യമില്ലാത്തതാണ്. കാരണം ഒരു സിനിമയെ കൊല്ലുന്ന ഒരു പരിപാടിയാണത്. ആവിഷ്കാര സ്വാതന്ത്ര്യമൊക്കെ വെറുതെ പറഞ്ഞിടുന്നപ്പോഴല്ലോ, അത് കാണിക്കണ്ടേ. അത് നമ്മൾ എന്തായാലും ചെയ്ത് കഴിഞ്ഞ് പിന്നെ സിനിമ അതില്ല, ആ സിനിമ ഇല്ല. പിന്നെ സിനിമയായിട്ട് കാണാം. ഇപ്പം എന്തിനാ ഇങ്ങനെ പാർട്ടി കൊണ്ടുവരാണ്ടിരിക്കുക, രാഷ്ട്രീയം കടത്താണ്ടിരിക്കാൻ കേട്ടോ. സിനിമ എന്നും സിനിമയാണ്. സിനിമ കണ്ടിട്ട് ആൾക്കാരുടെ ജീവിതം 3 മണിക്കൂർ അത്ര ചിന്തിച്ചാൽ മതി. 3 മണിക്കൂർ 2.5 മണിക്കൂർ അത്ര ചിന്തിച്ചാൽ മതി. സിനിമയിലെ നല്ല വശങ്ങൾ ഉൾക്കൊള്ളുക, അത്രേ ഉള്ളൂ. അതാണ് ശരിയാണ്. കാരണം ഈ മാർക്കോ കണ്ടിട്ട് പിള്ളേർ വഴിതെറ്റുന്നു പറഞ്ഞു. പക്ഷെ എത്രയോ നല്ല സിനിമകൾ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ആ സിനിമകൾ കണ്ടിട്ട് ആൾക്കാർ അത് ചെയ്യുന്നില്ല. മോഹൻലാലിന്റെ ഇതിനെക്കാട്ടി നല്ല സിനിമ വന്നിട്ട് അതുപോലെ ജനങ്ങളാവാറുണ്ട്. സിനിമ എപ്പോഴും സിനിമയായിട്ട് മാത്രം കാണാം, അത് ജീവിതമായിട്ട് ബന്ധപ്പെടാൻ കഴിയും. നമസ്കാരം, പേരെന്തായിരുന്നു? നമസ്കാരം, എൻ്റെ പേര് വിജു. എമ്പുരാൻ സിനിമ ഉണ്ടായിരുന്നു? കണ്ടായിരുന്നു. എന്താണ് സിനിമയെ പറ്റി അഭിപ്രായം? എന്താണ് സിനിമയെ പറ്റി അഭിപ്രായം? നല്ല തന്നെയാണ്. പലരും സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവായിട്ട് പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിലും അതിന് മാത്രം ഫേക്കായിട്ട് തോന്നുന്നില്ല. അല്ലെങ്കിൽ ഈ പ്രചരിപ്പിക്കുന്ന അത്ര നെഗറ്റീവൊന്നും എനിക്ക് കണ്ടിട്ട് തോന്നിയിട്ടില്ല. എന്തായാലും വെർത്താണ്, നമ്മൾ കാണാനുള്ളതാണ്. ഒരിക്കലെങ്കിലും തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമയാണ് എമ്പുരാൻ. ഇപ്പൊ കേൾക്കുന്ന വിവാദങ്ങൾ അനാവശ്യമാണോ ചേട്ടൻ്റെ അഭിപ്രായത്തിൽ? ഇപ്പൊ കേൾക്കുന്ന വിവാദങ്ങൾ അത് ഓരോരുത്തരുടെ പേഴ്സണൽ ഒപ്പീനിയൻസ് ആണല്ലോ ഓരോരുത്തരും പറയുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് അത് എനിക്കൊരു സിനിമ പോയിന്റ് ഓഫ് വ്യൂവിലേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതിൽ എനിക്ക് അനാവശ്യമായിട്ടൊന്നും തോന്നിയതായി. കൊടുത്ത പൈസക്ക് മുതലായി? കൊടുത്ത പൈസക്ക് തീർച്ചയായും മുതലായിട്ടുണ്ട്. ബ്രോ ഹായ്, പേരെന്തായിരുന്നു? എൻ്റെ പേര് അമീർ. അമീർ അല്ലേ? എമ്പുരാൻ സിനിമ ഉണ്ടായിരുന്നു? കണ്ടിരുന്നു. അപ്പോൾ എമ്പുരാൻ ഇപ്പൊ എഡിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പൊ അതിനെ പറ്റി എന്താണ് അഭിപ്രായം? അവർക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ആ സീനുകളൊന്നും. ഇത് BJP-ക്കാരനെ ചൂണ്ടിക്കാട്ടുന്ന പറഞ്ഞിട്ട് അവർ കട്ട് ചെയ്യണേ. അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. അവർ കട്ട് ചെയ്യണേ. സിനിമയെ കാണണം, അല്ലാണ്ട് ഇവരിൻ്റെ ജാതി മതം ആ രീതിയിലാണ് അവർ കാണുന്നത്. അങ്ങനെ കാണേണ്ട ആവശ്യമില്ല അവർക്ക്. സിനിമ ഇഷ്ടപ്പെട്ടോ? നന്നായിട്ട്. സിനിമ അടിപൊളിയുണ്ട്. കട്ട് ചെയ്ത് പിന്നെ എന്ത് മൈരാണ് അതിൽ കാണാനുള്ളത്? പിന്നെ പറഞ്ഞത് കാര്യമില്ല ഇവരുടെ.